കൊട്ടാരക്കര അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരൻ കൗശലിനെ തഴഞ്ഞ് സംസ്ഥാന സർക്കാർ. സർക്കാർ വാഗ്ദാനം ചെയ്ത ചികിത്സാ സഹായം ഇതുവരെയും ലഭിക്കാത്തതിനെ തുടർന്ന് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്വകാര്യ ആശുപത്രിയിലെ ഭീമമായ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് നിർധനരായ കുടുംബം കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കൊട്ടാരക്കരയിലുണ്ടായ ദാരുണമായ അപകടത്തിന്റെ ഇരയായ കൗശൽ എന്ന 9കാരൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകടം നടന്നയുടൻ വിദഗ്ധ ചികിത്സക്കായി കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെയുള്ള ചികിത്സാ ചെലവ് ഈ സാധാരണ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം വിശ്വസിച്ചാണ് കുടുംബം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടർന്നത്. എന്നാൽ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങി. ഇതിനകം 5 ലക്ഷത്തോളം രൂപയാണ് ഈ നിർധന കുടുംബത്തിന് സ്വകാര്യ ആശുപത്രിയിൽ ചിലവായത്. കടം വാങ്ങിയും മറ്റും ഈ തുക കണ്ടെത്തേണ്ടി വന്ന കുടുംബത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ലാതായതോടെയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് പരാജയപ്പെട്ടതിനെക്കുറിച്ച് കൗശലിന്റെ പിതാവ് സന്തോഷ് പ്രതികരിക്കുന്നു. സർക്കാർ പറഞ്ഞു ഞങ്ങൾ കുട്ടികളുടെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ തന്നെ വഹിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആ ഹോസ്പിറ്റലുകാർ നമ്മളുടെ നിന്ന് ബില്ല് അടപ്പിക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോയി ആശ്രയിക്കും? അങ്ങനെയാണ് ഞാൻ അവിടുന്ന് മാറ്റിയത് എന്റെ കുട്ടിയെ. എനിക്ക് തുടർന്നായിട്ട് അതേ രീതിയിൽ ബില്ല് അടച്ചുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയതാ. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ ICUവിലാണ് കൗശലുള്ളത്. കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ തുടർ ചികിത്സകളും വിദഗ്ധ പരിചരണവും നിശ്ചയിക്കുന്നതിനായി നാളെ പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗവും ചേരും. സർക്കാരിന്റെ അടിയന്തര ഇടപെടലും യഥാർത്ഥ സഹായവും മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.